Hi all. National Standard Examination in Junior Science NSEJS എക്സാമിൽ കെമിസ്ട്രിയിൽ വന്നിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ എന്തുണ്ടാകും, നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലതൊക്കെ ചിലപ്പോൾ നമ്മുടെ ലക്കിക്ക് എന്താകും, ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എന്തായാലും തിയറി അറിയുന്നവർക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ തിയറി കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഒളിമ്പ്യാഡ് എക്സാംസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്കത് ഹെൽപ്ഫുൾ ആകും. റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ വന്നൊരു പ്രോബ്ലം ഇങ്ങനെയായിരുന്നു. വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എക്സിസ്റ്റ് at very high temperature and at very low temperature near absolute zero, okay, respectively. BEC stand for Bose-Einstein condensate. Okay. അപ്പോൾ ഏറ്റവും ഹൈ ടെമ്പറേച്ചറും ഏറ്റവും ലോ ടെമ്പറേച്ചറും ഈ പറഞ്ഞ ഉള്ള സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിലുള്ള ആൻസറുകൾ നമുക്ക് നോക്കിയാൽ മതി. ഓപ്ഷൻ എ BEC ബോൺസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ആണ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, പ്ലാസ്മ ആൻഡ് BEC ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് പ്ലാസ്മയുണ്ട്, ഗ്യാസ് അതേപോലെ BEC ഉണ്ട്. യെസ്, നമുക്ക് പരിചയമുള്ള 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിരുന്നു മക്കളെ നമ്മൾ ഈ പറഞ്ഞ BEC ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. സോറി, ഫോർത്ത് സ്റ്റേറ്റ് BEC അല്ല, നമ്മുടെ പ്ലാസ്മയായിരുന്നു അല്ലെ. ഫോർത്ത് സ്റ്റേറ്റ് പ്ലാസ്മയാണ്. ദെൻ ഫിഫ്ത്ത് സ്റ്റേറ്റ് ആണ് ഇത് BEC. സിക്സ്ത് സ്റ്റേറ്റ് ആണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. സെവൻത്ത് സ്റ്റേറ്റ് ആണ് സൂപ്പർ ഫ്ലൂയിഡ്സ്. അങ്ങനെ 7 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടത്. അതിൽ കൂടുതൽ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിവേ, നമുക്ക് മിനിമം ഒരു 7 ആളുകളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പൊ ഇതില് നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ആരാ? സോളിഡ് ആണ്. ടെമ്പറേച്ചർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് അത് ലിക്വിഡ് ആകും. ദെൻ നമുക്കറിയാം എന്താകും, അഗൈൻ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അത് ഗ്യാസ് ആകും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ അപ്പുറത്ത് വേറെ ചില ആളുകൾ കൂടിയുണ്ട് അല്ലെ. ഗ്യാസ് വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്താലോ അപ്പോഴാണ് അത് ഏതായി മാറുക? പ്ലാസ്മയായിട്ട് മാറുക. വെരി ഹൈ ടെമ്പറേച്ചറിൽ അത് അയോൺസ് ആയിട്ട് മാറും. നമുക്കറിയാം പ്ലാസ്മയാണ് ഗ്യാസിനേക്കാളും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുക, ടെമ്പറേച്ചർ ഉണ്ടാവുക. സണ്ണിലുള്ള അല്ലെ സോളാർ വിൻഡുകളൊക്കെ എന്തായിരുന്നു? പ്ലാസ്മക്ക് എക്സാമ്പിൾ ആണ് അല്ലെ. അതിൽ അയോൺസ് ആണ്, അതുകൊണ്ട് ആ രൂപത്തിലാണ് ഉണ്ടാവുക. ഓക്കെ. എന്നാൽ ഈ പറഞ്ഞ ലോവസ്റ്റ് ടെമ്പറേച്ചർ, സോളിഡിനേക്കാളും ടെമ്പറേച്ചർ വളരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? BEC കിട്ടുക, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് കിട്ടുക. ഓക്കെ. അപ്പൊ കറക്റ്റ് നമുക്കിവിടെ ഓർഡർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. BEC ആണ് ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ലോവസ്റ്റ് ആൻഡ് പ്ലാസ്മയാണ് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, BEC ലോവസ്റ്റ് ആണ്. ആദ്യം ചോദിച്ചാൽ ഹയസ്റ്റ് ആണ്. ഹയസ്റ്റ് ആരാണ്? പ്ലാസ്മ. ഏറ്റവും ലോവസ്റ്റ് ആരാ? BEC. ആ ഓർഡർ തന്നെ എഴുതണം. ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഹയസ്റ്റ് പ്ലാസ്മ, ലോവസ്റ്റ് BEC. ഓക്കെ. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ തിയറിയെ കുറിച്ച് നമുക്കൊരു ധാരണ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ്. അതിനൊക്കെ എക്സാമ്പിൾ നമുക്കറിയാം. ഓക്കെ. ദെൻ പ്ലാസ്മ അല്ലെ. എന്താണ്? ഈ പറഞ്ഞ അയോണൈസ്ഡ് ഗ്യാസ് ആണ് പ്ലാസ്മയിൽ വരിക. ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, പ്ലാസ്മയിൽ ഉണ്ടാവുക. എന്നാൽ നേരത്തെ ക്വസ്റ്റ്യൻ തന്ന പോലെ ഓൾമോസ്റ്റ് ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലേക്ക് നമ്മൾ അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പ്ലസ് 273 കെൽവിൻ ആണ് ഇത് 0 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ 0 കെൽവിൻ എന്ന് പറഞ്ഞാലോ, 0 കെൽവിൻ അതാണ് ഈ പറഞ്ഞ ആബ്സല്യൂട്ട് 0 മൈനസ് 273 അല്ലെ. -273 കെൽവിനെ ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിഗ്രിയെ കെൽവിൻ ആക്കാൻ 273 ആഡ് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും കെൽവിനെ ഡിഗ്രി ആക്കാൻ -273 ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ -273 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ആബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ, അഥവാ 0 കെൽവിൻ ആയിരിക്കും ഉണ്ടാവുക. അതാണ് BEC എന്ന് പറയുന്ന ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ആ ഒരു സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. Okay, here the another problem. The maximum number of CH3 groups
which may present in alkane C11H24. ഓക്കെ, അപ്പൊ C11H24 എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ. അപ്പൊ ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ഇത് ഏത് പാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ് നോക്കിയാൽ മതി. അപ്പൊ ആൽക്കെയിൻ ആണ് CH3 ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ അല്ലെ ബോണ്ട് CH3 ഗ്രൂപ്പിനെ വിളിക്കുക. ആ മീഥൈൽ ഗ്രൂപ്പ് ഈ ആൽക്കെയിനിൽ എത്ര തവണയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് റിലേറ്റഡ് ടു ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി അറിയുന്നവർക്കാണ് ഈ ഒരു പ്രോബ്ലം ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടോട്ടൽ 11 കാർബൺ വേണം. അതേപോലെ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ്. കാർബൺസിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ കാർബൺസ് ഇറ്റ് ഷുഡ് ബി സിംഗിൾ ബോണ്ട്. അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. ആദ്യത്തെ ഫസ്റ്റ് കാർബൺ ഇറ്റ് കണക്റ്റഡ് വിത്ത് അനദർ 3 4 5. ഓക്കെ, 5 കാർബൺ ഉണ്ട്. കാരണം എന്താ അറിയോ, ഇത് 5 കാർബൺ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഇവിടെ CH3 വരച്ചാൽ അതെന്താകും, വേറെ പിന്നെന്താകും മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ടോട്ടൽ 5 കാർബൺ ആയി. ദെൻ ഹിയർ CH3 6 ആയി, 7 ആയി, 8 ആയി. 8 carbons are there. Here another CH3, here another CH3, and here another CH3. Total 11 carbon ആയി. So it should be CH3 and this should be CH3. ഇത്രയും എത്രയായി ടോട്ടൽ? ഇവിടെ 5, then 2 2 2, ടോട്ടൽ 11 കാർബൺ ആയി. ഇനി ഹൈഡ്രജനെ നമുക്ക് എഴുതേണ്ടതുണ്ട്. ഹൈഡ്രജൻ നോക്കിക്കേ, ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ അതിന് മാക്സിമം 4 ബോണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, ദിസ് ഈസ് ദ 4th വൺ. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, ദിസ് ഈസ് ദ 4th വൺ. ഇവിടെ ഓൾറെഡി 3 ഹൈഡ്രജൻ ഉണ്ട്, ദിസ് ഈസ് ദ 4th വൺ. ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ ഷുഡ് ബി 4 ബോണ്ടേ മാക്സിമം പറ്റുള്ളൂ. ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇവിടെ ഓൾറെഡി 4 ബോണ്ട് ഓൾറെഡി ആയി. സോ ആ കാർബൺ ആറ്റം ഹൈഡ്രജനുമായിട്ട് കണക്ട് ചെയ്യേണ്ട. ഓക്കെ, ഇപ്പൊ കറക്റ്റ് നമുക്ക് നോക്കിക്കേ, there are 11 കാർബൺ. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ടെങ്കിലോ 3 3 3 3 അല്ലെ, എത്രയായി? 12 ആയി അല്ലെ. അതേപോലെ തന്നെ എവിടെ വരും? ഈ പറയുന്ന രൂപത്തിൽ 3 3 3 3 12 ആയി. അപ്പൊ 12ഉം 12ഉം ടോട്ടൽ 24 ഹൈഡ്രജൻ ആയി. റെഡി? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ആൽക്കെയിൻ വരിക. ഇനി നോക്കിക്കാൻ നിങ്ങൾ, ഇതിൽ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് അല്ലെ. നമുക്ക് എണ്ണി നോക്കാം. 11 കാർബൺ ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. 1 മീഥൈൽ, 2 3 4 5 6 7 8. There are 8 methyl groups are present in this alkene. Okay, അപ്പൊ ഇതായിരിക്കും എന്ത് വരിക, ഈ പറഞ്ഞ പിന്നെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 8 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് പറയാൻ പറ്റുമോ? പേര് പറയൽ എങ്ങനെയാണ്? നമ്മൾ കൗണ്ട് ചെയ്യണം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ 1 2 3 4 5 അല്ലെ. മാക്സിമം എത്ര വരിക? 5 വരും. ദെൻ നമുക്കറിയാം ബാക്കിയുള്ളൊക്കെ എന്താണ്? ബ്രാഞ്ചസ് ആണ് അല്ലെ. സെക്കൻഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ പേര് പറയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീഥൈൽ ഗ്രൂപ്പ് പറയുമ്പോൾ സെക്കൻഡ് കാർബണിൽ ഇതൊരു മീഥൈൽ ഗ്രൂപ്പ്, ദെൻ അതർ മീഥൈൽ ഗ്രൂപ്പ് 2,2. നെക്സ്റ്റ് തേർഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3,3. ദെൻ ഫോർത്ത് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് 4,4. അത്രയും. അപ്പൊ എത്രയായി? ടോട്ടൽ 6 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 6 നമ്മൾ ഹെക്സ എന്നുള്ള ടേം ആണ് ഉപയോഗിക്കുക. ഹെക്സ. ബാക്കി മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഹെക്സാമീഥൈൽ. ബാക്കി എന്ത് വരും? 5 കാർബൺ. 5 കാർബൺ എന്താ വിളിക്കുക നമ്മൾ? പെൻറ്റെയിൻ. ഹെക്സാമീഥൈൽ പെൻറ്റെയിൻ എന്നാണ് ഇയാളുടെ പേരുള്ളത്. ഓക്കെ, 2,2 3,3 4,4 ഹെക്സാമീഥൈൽ പെൻറ്റെയിൻ. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. റെഡി? അപ്പൊ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കണം, തിയറി അറിയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്